ഗവർണർക്കെതിരെ SFI വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ബാനർ കെട്ടുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, കഴിഞ്ഞ ദിവസവും പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് SFI കടക്കുകയാണോ? അവിടെ പോലീസുണ്ട്, അവരെ അവിടെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുകയാണല്ലോ. പോലീസ് ഈ ബാനർ പിടിച്ചു മാറ്റാൻ കെട്ടുന്നതിന് മുൻപ് തന്നെ പോലീസ് SFI പ്രവർത്തകരെ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് മാറ്റുകയാണ്. ഈ ബാനറിൽ എഴുതിയിരുന്നത് വി നീഡ് സവർക്കർ, ഞങ്ങൾക്ക് ക്ഷമിക്കണം, വി നീഡ് ചാൻസലർ, നോട്ട് ഗാന്ധി അസാസിൻ സവർക്കർ എന്നാണ് എഴുതിയിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബോർഡ് പൂർണ്ണമായി ബാനർ നിവർത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് ഇടപെടുകയും പോലീസ് ഈ ബാനർ പൂർണ്ണമായി ചുരുട്ടി SFI പ്രവർത്തകരെ അടക്കം വളഞ്ഞ് ബാനർ മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ SFI പ്രവർത്തകർ വഴങ്ങുന്നില്ല. ഇന്നലെയും സമാനമായ സാഹചര്യം രാജ്ഭവന് മുന്നിലുണ്ടായി. രാജ്ഭവന് മുന്നിൽ ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഫോട്ടോ പതിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു, സമാനമായ പ്രതിഷേധം നടത്താൻ ശ്രമിച്ചപ്പോഴായിരുന്നു പോലീസ് ഇടപെട്ടത്. എന്തായാലും വിഷയത്തിൽ പോലീസ് ഇപ്പോൾ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ബാനർ പൂർണ്ണമായി പോലീസ് മാറ്റി. ബാനർ കെട്ടാൻ അവർക്ക് അവസരം ലഭിച്ചില്ല. ബാനർ പോലീസ് നിവർത്തിയപ്പോൾ തന്നെ പോലീസ് ഇടപെടുകയും ബാനർ ചുരുട്ടി SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ഈ SFIയുടെ ഒരു പ്രതിഷേധം 10 മണിയോടുകൂടിയാണ് ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ ഗവർണർ എത്തുമെന്ന് അറിയിച്ചിരുന്നത്. മുൻപ് ഗവർണർ ഇവിടെ എത്തിയപ്പോൾ സമാനമായ ഒരു ബാനർ ഉയർത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് ചില കേസെടുക്കാനുള്ള നിർദ്ദേശമെല്ലാം നൽകുകയും അത് കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും സമാനമായി ഇത്തവണ ബാനർ ഉയർത്തി തങ്ങളുടെ പ്രതിഷേധം അത് രേഖപ്പെടുത്താൻ SFI ശ്രമിച്ചെങ്കിലും അതെന്തായാലും നടന്നില്ല. ഇപ്പോൾ കനത്ത പോലീസ് വിന്യാസം ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നു. കാരണം രാവിലെ മുതൽ സിൻഡിക്കേറ്റ് വിദ്യാർത്ഥി പ്രതിനിധിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ചില സംഘർഷ സാധ്യത ഉണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബാനർ ഉയർത്തുന്നതിന് മുൻപ് തന്നെ ബാനർ ഇപ്പോൾ പോലീസ് പിടിച്ചു മാറ്റിയിരുന്നു. SFI പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ നിന്ന് മാറ്റുകയാണ്. എന്തായാലും പ്രതിഷേധം ബാനർ ഉയർത്തി ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം നടത്തുക എന്നുള്ള ലക്ഷ്യം അതെന്തായാലും ഇന്ന് പൂർണ്ണമായി പ്രാവർത്തികമായില്ല. അതിന് മുൻപ് തന്നെ ബാനർ നിവർത്തിയപ്പോൾ തന്നെ പോലീസ് ഇടപെടുകയും പോലീസ് ആ ബാനർ ചുരുട്ടി മാറ്റുകയും ചെയ്തു. അനുജ. ഉമേഷ്, ഇന്നിപ്പോൾ നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് അത് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഉച്ചയ്ക്ക് സെനറ്റ് യോഗമുണ്ട്, അതിൽ ഗവർണർ പങ്കെടുക്കുമെന്നൊക്കെയാണ് വിവരം. അതായത് അവിടെ പോലീസ് സന്നാഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒപ്പം തന്നെ SFIയുടെ പ്രതിഷേധം ഇന്നലെ ഉണ്ടായ സാഹചര്യത്തിൽ ഇന്നും അതിനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് വേണം കരുതാനല്ലേ? തീർച്ചയായും ഇന്ന് രാജ്ഭവന് മുന്നിൽ കഴിഞ്ഞ ദിവസം രാജ്ഭവന് മുന്നിൽ സമാനമായ പ്രതിഷേധം, അതായത് രാജ്ഭവന് മുന്നിൽ ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഫോട്ടോ ഒട്ടിച്ച് ആ ഒരു പ്രതിഷേധം പ്രതികാത്മകമായി നടത്താൻ തീരുമാനിച്ചിരുന്നു. അത് പോലീസ് തടഞ്ഞിരുന്നു. സമാനമായി ഇന്ന് ഗവർണർ ഇവിടെ എത്തും. ഗവർണർ എത്തുമ്പോൾ തന്നെ അതിന് മുന്നോടിയായി ഗവർണർ വന്ന് കയറുമ്പോൾ ഗവർണർക്ക് യൂണിവേഴ്സിറ്റി കവാടം പൂർണ്ണമായി നിറച്ചുകൊണ്ട് ഒരു പോസ്റ്റർ, വളരെ നീളത്തിൽ യൂണിവേഴ്സിറ്റിയുടെ 2 തുണ്ടുകളും നിറഞ്ഞുകൊണ്ടൊരു പോസ്റ്ററായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും ആ പോസ്റ്റർ ഒട്ടിക്കാൻ എന്തായാലും കഴിഞ്ഞില്ല. എന്തായാലും ആ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇടപെടുകയും പോലീസ് കൃത്യമായി അവരുടെ ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് ഈ വിദ്യാർത്ഥി പ്രവർത്തകരെ പൂർണ്ണമായി വീണ്ടും അനുജ പോസ്റ്റർ എത്തിക്കുകയാണ്. വീണ്ടും ഒരു പോസ്റ്റർ, അതായത് അവർ നേരത്തെ തന്നെ ഒരു ബാനർ, ഒരു പക്ഷേ രണ്ടാമത്തെ ബാനർ ഇപ്പോൾ ഉയർത്താൻ വേണ്ടി അവർ രണ്ടാമത്തെ ബാനർ കൂടി കയ്യിൽ കരുതിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. കാരണം ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നവർ കരുതിയിട്ടുണ്ടാകണം. രണ്ടാമത്തെ ബാനർ ഉയർത്തുകയാണ്. എന്തായാലും മാറ്റിയത് കൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. ഗാന്ധിയുടെ ചിത്രമാണ്, ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഫ്ലക്സ് ഉയർത്തി ആണ് തങ്ങളുടെ ആ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഫോട്ടോയുള്ള ഫ്ലക്സ് ഉയർത്തിയാണ് ഈ പ്രതിഷേധം. എന്തായാലും നേരത്തെ ബാനർ പൂർണ്ണമായി കെട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബാനർ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ആ ബാനർ പോലീസ് തടഞ്ഞു മാറ്റിയെങ്കിലും ആ ബാനർ ഉയർത്തിയില്ല എങ്കിൽ പോലും യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിയുടെയും ഫോട്ടോ അത് പതിപ്പിക്കാൻ ഇപ്പോൾ അവർ പോവുകയാണ്. എന്തായാലും ഈ നേരത്തെ ഗവർണറെ ലക്ഷ്യമിട്ടുകൊണ്ട് വി നീഡ് ചാൻസലർ, വി ഡോണ്ട് നീഡ് ഗാന്ധി അസാസിൻ സവർക്കർ എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പോസ്റ്ററിൽ എഴുതിയിരുന്നത്. പകുതിയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് അവർ നിവർത്തിയത്. മുൻപ് തന്നെ പൂർണ്ണമായി ലാസ്റ്റ് ഭാഗമെല്ലാം മുൻപ് തന്നെ പോലീസ് മുന്നിലേക്ക് യൂണിവേഴ്സിറ്റി ശരി, കേരള സർവകലാശാല ആസ്ഥാനത്ത് SFIയുടെ പ്രതിഷേധം, ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെയാണ് പ്രതിഷേധം. ബാനർ ഉയർത്താൻ ശ്രമിച്ചു, എന്നാൽ പോലീസ് ആ ബാനർ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയായിരുന്നു.
വീണ്ടും അവർ പ്രതിഷേധിക്കാൻ തന്നെയാണ് പോകുന്നത് എന്നതാണ് ഇപ്പോൾ ചിത്രങ്ങൾ മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ കൊണ്ടുവന്ന അംബേദ്കറുടെയും ഒക്കെ ചിത്രങ്ങളുമായി അവർ അവിടെ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. ബാനർ ഒട്ടിക്കുന്നതിൽ പിന്മാറിയപ്പോൾ ചിത്രങ്ങളുമായുള്ള പ്രതിഷേധം. തീർച്ചയായും ബാനർ ഒട്ടിക്കുന്നതിന് പിന്മാറിയില്ല. ബാനർ ഒട്ടിക്കാനുള്ള ശ്രമത്തെ പോലീസ് തടഞ്ഞ് ആ ബാനർ പൂർണ്ണമായി പോലീസ് വാനിലേക്ക് മാറ്റി. അതോടുകൂടിയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന രണ്ടാമത്തെ മൂന്ന് പോസ്റ്ററുകൾ, 3 ഫ്ലക്സ് ബോർഡുകൾ, അതിൽ 2 എണ്ണത്തിൽ ഗാന്ധിയുടെ ഫോട്ടോയാണ്, ഒന്നിൽ അംബേദ്കറുടെ ഫോട്ടോയും. അതിൽ ഈ 3 ഫ്ലക്സുകളും ഉയർത്തി ഒരു ഫ്ലക്സിൽ മാത്രം ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് വാട്ട് യു ഡു ടുഡേ എന്ന ഗാന്ധിയുടെ കോട്ട് കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ 3 ഫോട്ടോകളുള്ള ഈ ഫ്ലക്സ് ബാനറുകൾ ഉയർത്തി ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ കവാടം, അതായത് ഗേറ്റ് കടന്ന് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിലെ കയറാവുന്ന മുൻ കവാടത്തിൽ ഇപ്പോൾ അവർ പ്രതിഷേധിക്കുകയാണ്. എന്തായാലും SFI പ്രവർത്തകർ അവരുടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. അവരുടെ പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും കൂടുതൽ പോലീസ് വിന്യാസം ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഗവർണർ അടക്കം വരുന്നത് വരെ ഈ പ്രതിഷേധം ഇവിടെ തുടരാൻ സാധ്യതയില്ല. ഗവർണർ വരുന്നതിന് മുൻപ് തന്നെ സുരക്ഷയുടെ ഭാഗമായി ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ തന്നെയാണ് സാധ്യത. ഒരു പക്ഷേ ഈ ഒരു പ്രതിഷേധം ഇതേ രീതിയിൽ കുറച്ച് സമയം കൂടി തുടരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം 10:30 ഗവർണർ ഇവിടെ എത്തുമെന്നാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം അറിയിച്ചിട്ടുള്ളത്. അതിനു മുൻപ് ഒരുപക്ഷേ ഈ പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കാൻ തന്നെയാണ് സാധ്യത. അനുജ.